ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്നേ അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന നമ്മുടെ നത്തിങ് ഫോൺ 3A ആണ്. ഇത് ആക്ച്വലി ഞാനേ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല ഡീലിൽ നിന്ന് നമുക്ക് കിട്ടി. നോർത്തിൽ നമ്മുടെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നത്തിങ് ഫോൺ ഫ്ലിപ്കാർട്ടിലാണ് ഒഫീഷ്യൽ സെല്ലർ. അപ്പോൾ നിങ്ങൾ ആമസോണിൽ നിന്ന് മാക്സിമം വാങ്ങിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. ഞാൻ ആക്ച്വലി നത്തിങ് ഫോൺ 3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ ക്യാൻസൽ ചെയ്ത് തന്നു. അതുപോലെ കാര്യം ഇതൊരു റീഫണ്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഉടായ്പ ഫ്ലിപ്കാർട്ട് ഞാൻ നിർത്തി. ഫ്ലിപ്കാർട്ട് പരിപാടി പറയുമ്പോൾ കൂടുതൽ ഓഫേഴ്സും പ്രൊഡക്ട്സും ഒക്കെ അതിലാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, 10 പൈസയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. അപ്പം ഇനി റീഫണ്ട് വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണം. അതാണ് വേറെ പരിപാടി. അപ്പോൾ ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ നമ്മുടെ ഈ OnePlusന്റെ ചില ഫോണുകളും നത്തിങ്ങിൻ്റെ കുറേ ഫോണുകളൊക്കെ നമുക്ക് ഇൻസ്റ്റാമാർട്ടിലുണ്ട്. ഇൻസ്റ്റാമാർട്ടിൽ നമുക്ക് അറിയാമല്ലോ, 5 മിനിറ്റിൽ കാണാൻ വീട്ടിലെത്തും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിനെക്കാട്ടും ഓഫറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ നത്തിങ് ഫോൺസ് കസ്റ്റമർ കെയർ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നമ്മൾ നത്തിങ് എവിടെ നിന്ന് വാങ്ങിച്ചാലും വാറണ്ടി ഇഷ്യൂ ഇല്ല എന്നാണ് പറഞ്ഞത്. OnePlusന് മാത്രമാണ് ചില സമയത്ത് ഇതുപോലെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ നത്തിങ് ഞാൻ 3A 8GB 256GB വൈറ്റ് കളർ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് 22 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. നിങ്ങൾ ഈ 8GB 256GB നിങ്ങൾക്ക് കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 24-25 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ സെല് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഡീലായിട്ട് കിട്ടി. ഇതിൽ നമുക്ക് കാർഡ് ഓഫർ കിട്ടി. RBL ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് നമുക്ക് 2000 രൂപ ഡിസ്കൗണ്ട് കിട്ടി. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിലേക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് പാക്കേജ് തന്നെയാണ് കിട്ടിക്കുന്നത്. സീൽഡ് പാക്കേജിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് വൈറ്റ് കളർ മാത്രമേ നമുക്ക് 8GB 256GB ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബ്ലാക്ക് 128GB ഉണ്ടായിരുന്നുള്ളൂ. 128GB 2020 വാങ്ങിച്ചിട്ട് പൂജയ്ക്ക് വെക്കാന്നല്ലാണ്ട്, അല്ലെങ്കിൽ ചുമ്മാ വെച്ചിട്ട് നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞങ്ങളെ പോലത്തെ ഇപ്പോൾ വീഡിയോ ടെസ്റ്റ് ചെയ്യാനും സംഭവമൊക്കെ ആയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ വാങ്ങിക്കാനാണെങ്കിൽ 128GB ഒന്നും 10 പൈസയ്ക്ക് കൊള്ളില്ല. ഇപ്പോൾ പണ്ട് ഇപ്പോൾ 2-3 കൊല്ലം മുമ്പ് 64GB വാങ്ങിക്കുന്ന പോലെയാണ്. അപ്പോൾ ആരും 128GB വരുന്നൊന്നും വാങ്ങിക്കരുതിട്ട്. ഇതിൻ്റെ MRP കൊടുത്തേക്കുന്നത് 29,999 ആണ്. ഇതിൻ്റെ ഇന്ത്യൻ സിം ഓൺലി എന്ന് പറയുന്നുണ്ട്. സിം ഇട്ടാൽ ആക്ച്വലി നത്തിങ്ങിൻ്റെ ആക്റ്റീവ് ആവുള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ ആദ്യത്തെ നത്തിങ് ഫോണാണ്. ഈ മെയ്ഡ് ഇൻ ഇന്ത്യ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെന്താ, മാനുഫാക്ചർ ജൂലൈ 2025 ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ സീല് പൊട്ടിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ സീലും കാര്യങ്ങളൊക്കെ വരുന്നത്. അവരുടെ സീൽ ഒഴിച്ച് ബാക്കി വേറെ സെപ്പറേറ്റ് സീൽ ഉണ്ട് നമ്മുടെ ഫ്ലിപ്കാർട്ട് ഒടിക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് ആദ്യം അത് കിട്ടുക നല്ല ടൈറ്റ് ആട്ടാ. അത് കണ്ടു, അത് പൊളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സീലും വരുന്നുണ്ട്. അപ്പോൾ സീല് ഞാൻ പൊളിച്ചു. ഇനി നമുക്ക് പാക്കേജ് പൊളിക്കാം. എനിക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിൽ ചാർജറും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ നത്തിങ് ഫോണാണ് കേട്ടോ. നത്തിങ് ഫോൺ 3A ആണ് ഞാൻ വാങ്ങിച്ചത്. 3A Pro വേറത്തല്ല പ്രൈസിന്. പിന്നെ നത്തിങ് ഫോൺ 3ൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ആരത്? അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയ ഒരു ടെക്സ്റ്റേർഡ് സംഭവം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ് കേട്ടോ. നമ്മൾ സ്മാർട്ട് ഫോൺ അടിച്ചാൽ ഫീൽഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കൗണ്ടർ പോകുന്നതാണ് കേട്ടോ. മറക്കണ്ട, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ചാനലും ഉണ്ട്, മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ഔട്ട് ചെയ്താൽ എല്ലാ സംഭവം കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പാക്കേജിങ്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ സംഭവങ്ങൾ നോക്കിയപ്പോൾ നല്ല ഇഷ്ടംപോലെ ഇടിവെട്ട് പാക്കേജിംഗ് ആയിട്ട് തോന്നി. ഒരു ബുക്ക് പോലത്തെ തുറക്കണ പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ ഇവിടെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ വെൽക്കം ടു നത്തിങ് അവർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ നത്തിങ് ഫോൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഇതിൻ്റെ എന്താ പറയുക, നത്തിങ് അക്കൗണ്ടൊക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. വലിയ വെയിറ്റ് ഇല്ല കേട്ടോ. പറയുമ്പോൾ 200 ഗ്രാമിൻ്റെ മുകളിൽ വെയിറ്റ് വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അൾട്രാ തിൻ കേസ് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇൻബിൽഡായിട്ട് സ്ക്രീൻ ഗാർഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ അവർ നോർമൽ ഒരു Type-C to Type-C കേബിളും പിന്നെ കുറച്ച് ബുക്ക്ലെറ്റുമാണ്. നമ്മുടെ നത്തിങ് ഫോൺ 3ൻ്റെ കൂടെ കിട്ടുന്ന Type-C കേബിൾ അല്ല കേട്ടോ. അത് മറ്റത് കുറച്ചും കൂടി പ്രീമിയമാണ്. പിന്നെ ഇവിടെ താഴെയായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സിം ഇജക്ടർ ടൂളും പിന്നെ ഒരു ബുക്ക്ലെറ്റും ഉണ്ട്. ബുക്ക്ലെറ്റിൽ അവർ ഒരു ബുക്ക്ലെറ്റ് മാത്രമല്ല ഉണ്ടോ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് അവിടെ തന്നെ വയ്ക്കാം. അപ്പോൾ എന്തായാലും അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. ഫോണിലേക്ക് എന്തായാലും ഞാൻ സിം വേറെ ഫോണിൽ നിന്ന് എടുക്കേണ്ട വരും മിക്കവാറും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാണ്ട് സാധനം കിട്ടുമോ? ഇല്ല, കിട്ടില്ല. ഇത് പേപ്പറാണ് കേട്ടോ, കൊള്ളാം. നിങ്ങൾക്ക് എന്തായാലും ഇനി ദീപാവലി സെയിൽസിൽ വരുമ്പോൾ ഫ്ലിപ്കാർട്ട് ഓഫർ വരും. എന്തായാലും ഈ പ്രൈസിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ എടുത്തു. ഫ്രഷ് ഫോൺ തന്നെയാണ്, ഒരു ഇഷ്യൂസും ഇല്ലാണ്ട് ബാക്ക്. അപ്പോൾ ഞാൻ ഇതോടെ വയ്ക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പറയുമ്പോൾ ബാക്ക് ഗ്ലാസ് ആണ്, ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. സൈഡ് ഫ്രെയിം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പക്ഷേ ഒരു ഡിഫറെൻറ്റ് ടെക്സ്ചറാണ് തൊടുമ്പോഴൊക്കെ തോന്നുന്നത്. അപ്പോൾ പിന്നെ നമുക്കിതിലൊരു എസെൻഷ്യൽ കീ എന്ന് പറഞ്ഞൊരു സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന സംഭവം ഒന്നല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ബൂട്ട് ചെയ്യാം. ഞാൻ എന്തായാലും
പവർ ബട്ടൺ അമർത്തിയിട്ടുണ്ട്. ഇതിൽ സിം ഇടാൻ പറയും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ച് വരേണ്ടി വരും. അതുപോലെ നത്തിങ്ങിൻ്റെ ലോഗോ വന്നു. എൻ്റെ ആദ്യത്തെ നത്തിങ് വേണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം നത്തിങ്ങിൻ്റെ ഈ സാധനം 3A എന്ന് വെച്ചാൽ 3A Pro വേർത്തല്ല, ഒരു അപ്ഗ്രേഡും ഇല്ല. പറയുമ്പോൾ 30,000 പ്രൈസ് വരുന്നുണ്ട്. നത്തിങ് ഫോൺ 3 എന്ന് പറയുന്നത് 45 രൂപയ്ക്കാണ് ഇപ്പോൾ മാക്സിമം നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നത്. 45 രൂപയ്ക്ക് വാങ്ങിച്ചാലും അതും വെറുത്തെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു 40-ന് താഴെയാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ല. അതിൻ്റെ ക്യാമറ, അതിൻ്റെ ടെലിഫോട്ടോ ലെൻസൊക്കെ നത്തിങ് ഫോണിന് വന്നിട്ടുണ്ടായിരുന്നത് അതേ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ഇൻസേർട്ട് വാലിഡ് സിം ഇനിയിപ്പോൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനതൊന്ന് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വരാം കേട്ടോ. എൻ്റെ ഫോണിന് വേറെ ഫോണിൽ എടുക്കണം. നമ്മുടെ നത്തിങ് ഫോൺ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി നമ്മുടെ വേറെ ഫോണിൽ നിന്ന് ഡാറ്റാസ് ഇങ്ങോട്ട് മാറ്റിയിരുന്നു. അപ്പോൾ അതിലത്തെ കുറേ ഗൂഗിൾ പിക്സലിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ കുറേ എന്താ പറയുക ആപ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെറ്റപ്പ് ചെയ്യാണ്ട്. പക്ഷേ ഇതിൻ്റെ നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ നോട്ടീസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ബെസൽ കണ്ടു. ഇത് ഫുള്ളി ബെസലല്ല, നമ്മുടെ പിക്സലിൻ്റെ പോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. പിക്സൽ 10, പിക്സൽ 9 ഒക്കെ പോലെ തന്നെ ഇവർക്ക് ചെറിയൊരു ബെസലുണ്ട്. വരാത്ത ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ കണ്ടു ചെറിയൊരു ബെസലുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക UI ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര സ്മൂത്ത്. പറയുമ്പോൾ ഇതിൽ സ്നാപ്ഡ്രാഗൺ Gen 3 ആണല്ലോ കൊടുക്കുന്നത്. 7S Gen 3 അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക ബേസിക് ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന, മിഡിലല്ല ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊസസ്സറാണ്. എന്നിട്ട് പോലും പക്ഷേ ഇതിൻ്റെ ഇവരുടെ OSൻ്റെ ഒരു ലൈറ്റ് ശരിക്കും നമ്മുടെ ഈ പിക്സലിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഭയങ്കര സ്മൂത്താണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആദ്യത്തെ നത്തിങ് ഫോണാണ്. ഞാൻ നത്തിങ് ഫോൺ 3 ഞാൻ പറഞ്ഞല്ലോ ഓർഡർ ചെയ്തിട്ട് നമ്മളത് ഓട്ടോമാറ്റിക്കലി അവർ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇത് 201 ഗ്രാം വരുന്നുണ്ട്. അത് പറയാൻ പറഞ്ഞു. പക്ഷേ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ വെയിറ്റ്. നാനോ സിം 2 നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. IP64 ആണല്ലോ. അത് ബോറായി പോയി. നമുക്ക് LED നോട്ടിഫിക്കേഷൻ ലൈറ്റൊക്കെ വരുന്നുണ്ട്. നിങ്ങളൊരു 20, 25 ആ റേഞ്ചിലൊക്കെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്റ്റോക്ക് ഈ പരസ്യം അങ്ങനത്തെ ഉടായ്പ സാധനങ്ങളൊന്നും വരാത്തൊരു ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. പറയുമ്പോൾ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞല്ലോ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്കിപ്പോൾ നോഡ് CE5 കിട്ടും. അതിൻ്റെ ഡിസ്പ്ലേയുടെ നോക്കുമ്പോൾ ചെറിയൊരു ബെസലുണ്ട്. പക്ഷെ എന്നാലും മോശമില്ല, നല്ല ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ. അത് വേറെ കാര്യം. 6.77 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 88% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് വരുന്നത്. അപ്പോൾ സ്ക്രീൻ ഗാർഡ് ഇതിലുണ്ടോ? അതിൽ സ്ക്രീൻ ഗാർഡ് ഇൻബിൽഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. അൾട്രാ HDR ഇമേജ് സപ്പോർട്ട് വരുന്നുണ്ട്. AMOLED ആണ്. 120 Hz വരുന്നുണ്ട്. 2160 Hz PW ഡിമ്മിങ് വരുന്നുണ്ട്. HDR10+ വരുന്നുണ്ട്. എല്ലാ സംഭവം ഉണ്ട്. നമുക്ക് HBM വരുന്ന 1300 വരുന്നുണ്ട്. വലിയ മോശമല്ല എന്ന് പറയാം. 1300 എന്ന് പറയുമ്പോൾ പീക്ക് 3000 ഉണ്ട്. പീക്ക് നോക്കിയിട്ട് കാര്യമില്ല. സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ് വരുന്നത്. 4nm വരുന്ന 7S Gen 3 പോരാ, 10 വരുള്ളൂ നമുക്ക് ആൻഡ്രോയിഡ് സ്കോറും കാണാനൊക്കെ. ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. 3 മേജർ അപ്ഡേറ്റ് കിട്ടും. അതായത് ആൻഡ്രോയിഡ് 16 കിട്ടും, 17 കിട്ടും. അല്ല 15 ഉണ്ട്, 16, 17 വരെ കിട്ടും. അപ്പോൾ അത് മോശമില്ല. നമുക്ക് മിക്കവാറും അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. എന്താ പറയുക നത്തിങ് OS 4 എന്തായാലും ഇപ്പോൾ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. ഈ 8GB 256GB വെർഷനും 8GB 128GB വെർഷനാണ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 50, 8 മെഗാപിക്സലാണ് വരുന്നത്. ഫ്രണ്ട് 32 മെഗാപിക്സലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറ സാമ്പിൾസ് ഒക്കെ ഞാൻ കൊടുക്കാം. വൈഫൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Wi-Fi 6 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.4, ഫിംഗർ പ്രിൻറ്റ് താഴെയാണ്. 5000 mAh ഇതാണ് വരുന്നത്. 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റും അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് കേട്ടോ. ഇത് എസെൻഷ്യൽ കീ മാറിപ്പോയി. ഇതിപ്പോൾ ഞാൻ ഫിംഗർ പ്രിൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫാസ്റ്റാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഇവരുടെ ഈ UI ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ലൈറ്റാണ് സാധനം. ഇതിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വേറെ ഫോണിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ കണ്ടുണ്ട് പിക്സൽ ബഡ്സ് ഒക്കെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയും ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം ഇനി അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കണം. അപ്പോൾ അത് പോട്ടെ. ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് കുറേ ഉണ്ടാവും. പക്ഷേ സ്റ്റോക്ക് പോലെ തന്നെ കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. ഇനിയിപ്പോൾ സെറ്റിങ്സ് പേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റിങ്സും ഓൾമോസ്റ്റ് സിമിലറാണ് കേട്ടോ. നമ്മുടെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെ അപ്ഡേറ്റ് വന്നിട്ട് നോക്കി നോക്കാം. നമുക്ക് സിസ്റ്റമിലേക്ക് പോയി കഴിഞ്ഞിട്ട് സിസ്റ്റം അപ്ഡേറ്റ് അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് 600 MB ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് ഏതാ വേർഷൻ കാണാനില്ല. അപ്ഡേറ്റ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്തോ കുറേ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. പെഡോമീറ്റർ, സ്ക്രീൻ ടൈം വിഡ്ജറ്റ്, ഫോട്ടോ വിഡ്ജറ്റ്, അതുപോലെ സെപ്റ്റംബർ സെക്യൂരിറ്റി പേജ് അപ്ഡേറ്റിലേക്ക് ആവുന്നുണ്ട്. ഓവറോൾ സിസ്റ്റം സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഡൗൺലോഡ് ആയിക്കോട്ടെ. അത് പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ക്യാമറ സാമ്പിൾസൊക്കെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ വഴിക്കാം. ഞാൻ എന്തായാലും വേണമെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് തന്നെ ഒരു സെൽഫി ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. നമ്മൾ നോർമലി എല്ലാ അൺബോക്സിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളതാണല്ലോ.
അത് ഞാൻ വിചാരിച്ചക്കാട്ടും ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എന്താ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. തോന്നിയുമ്പോൾ ചെറിയൊരു എന്നാലും കുഴപ്പമില്ല കണ്ടു. പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഒരു ലൈറ്റ് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ ലൈറ്റ് നിങ്ങൾ പുറത്തൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. ഇത് പറയുമ്പോൾ 20,000 ഞാൻ പറഞ്ഞല്ലോ 22,000 രൂപയ്ക്കാണ് 8 GB 256 GB വെർഷൻ വാങ്ങിച്ചത്. അപ്പോൾ അത് വെറുത്താണ് പ്രൈസിന് കേട്ടോ. ഞാൻ ആക്ച്വലി ഇത്രയും ഒരു സ്മൂത്ത് ഇപ്പോൾ മോട്ടോറോളാണ് നോർമലി വേറെ നമുക്ക് ആഡും സംഭവമൊന്നും ഇല്ലാണ്ട് വരുന്നൊരു ഈ റേഞ്ചിൽ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നൊരു ബ്രാൻഡ്. അതിലാണെങ്കിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് അതിൽ അപ്ഡേറ്റ്സ് ഒന്നും കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ പിക്സൽ വാങ്ങിക്കാൻ നല്ല കാശ് വേണമല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് എടുക്കാട്ടോ, കൊള്ളാട്ടോ പറയുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ ഈ ഇതൊരു വെറൈറ്റി ലുക്കാണ്. നത്തിങ് ഫോൺ 3 മറ്റോടത്തെ ഓരോ പ്രൈസിനായിരുന്നു 35-40 താഴെ കിട്ടുകയാണെങ്കിൽ നത്തിങ് ഫോൺ 3 എടുക്കാം, ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ 50-45 റേഞ്ചിനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. എന്നാലും പക്ഷെ കുഴപ്പമില്ല. പക്ഷെ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. നിങ്ങൾ ഇതിൻ്റെ കമ്പാരിസൺ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കും. നത്തിങ് ഫോൺ 3യും നത്തിങ് ഫോൺ 3Aയും 3A Pro ഒക്കെ ക്യാമറ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം 40 താഴെ ഉണ്ടെങ്കിൽ നല്ല വെർത്താണ് നത്തിങ് ഫോൺ 3, അല്ലെങ്കിൽ വലിയ കാര്യമില്ല. പിന്നെ അവർ ഈ ലൈറ്റും ഗ്ലിം ഫ്ലൈറ്റൊക്കെ എടുത്ത് കളഞ്ഞല്ലോ. ഗ്ലിം ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു നല്ലതായിരുന്നു. പിന്നെ നമുക്ക് ആ റെഡ് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് ആയാലും നല്ല ബ്രാൻഡ് ഇത് വരുന്നുണ്ട് കേട്ടോ. ലണ്ടൻ, ഇംഗ്ലണ്ട്, നത്തിങ് ടെക്നോളജീസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാക്ക് ഞാൻ നത്തിങ് ഫോൺ കണ്ടിട്ട് പറയില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവരുടെ യൂസർ ഇൻ്റർഫേസും ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ഫോർ 22,000 രൂപയ്ക്ക് നോക്കുമ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് നത്തിങ് ഫോൺ 3A ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാട്ടോ, ഒരു പ്രോബ്ലം ഇല്ല. ഇൻസ്റ്റാമാർട്ടിൽ നിങ്ങളൊന്ന് ട്രൈ നോക്കി നോക്കും. നിങ്ങൾക്ക് അത്യാവശ്യം ഫ്ലിപ്കാർട്ടിനെക്കാട്ടൊക്കെ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. നോക്കിയൊക്കെ മറക്കണ്ടാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കണ്ടു പോകുന്നതാണ്.